സ്കോട്ടിഷ് മല്ലു ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ആർമി വീണ്ടും റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയോടെ പലർക്കും സന്തോഷമാണ്. പക്ഷേ പുതിയ സ്കീം റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുള്ളൂ എന്ന സ്കീം ആയതുകൊണ്ട് ഇച്ചിരി ടൈറ്റാണ് റെഫറൻസ് കിട്ടാൻ. ആർമിയിൽ സെർവ് ചെയ്യുന്ന സോൾജേഴ്സ് കുറച്ച് ആൾക്കാർക്ക് റെഫർ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ ഒന്നോ രണ്ടോ ആൾക്കാരിൽ കൂടുതൽ റെഫർ ചെയ്യാൻ താല്പര്യമില്ലാത്ത സോൾജേഴ്സ് ഉണ്ട്. അങ്ങനെ റെഫറൻസ് കിട്ടാൻ വേണ്ടി ആൾക്കാർ പരക്കം പായാണ്. ഈ ഒരു സാഹചര്യത്തില് ആൾക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 വീഡിയോസ് ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം EU ഡ്രീംസിലെ മവേഷ് ബ്രോ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും പുള്ളിയായിട്ടൊരു ഇന്റർവ്യൂ നടത്തുകയും ചെയ്തു. അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. കൂടാതെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്തൂടെ മാക്സിമം എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, എൻ്റെ വീഡിയോ കണ്ട് ആർമിയിൽ ജോയിൻ ചെയ്ത കുറച്ച് ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ളവർ എൻ്റെ അറിവിൽ ആർമിയിലുണ്ട്. അവരുടെ അടുത്തുനിന്ന് മാക്സിമം കിട്ടാവുന്ന അത്രയും റെഫറൻസുകൾ മേടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കുറെ ആൾക്കാരാണ് എത്തുന്നത്. നമ്മുടെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് മുകളിലുള്ള ആൾക്കാരാണ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിന് മുകളിലുള്ള ആൾക്കാരാണ് എത്തുന്നത്. എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ റെഫറൻസ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ സ്കോട്ടിഷ് മല്ലു ഡയറീസിന്റെ ചാനൽ വഴി ഹെൽപ്പ് കിട്ടുന്നവർക്കെല്ലാം ഫ്രീ സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 1 രൂപ പോലും ചാർജ് ചെയ്യുന്നില്ല. ഇതിന്റെ പുറകിൽ നിങ്ങളോട് ആരെങ്കിലും പൈസ ചോദിച്ചാൽ, ഒത്തിരി പേര് $300 ചോദിച്ച് ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു. മലയാളികളല്ല, അപ്രോച്ച് ചെയ്യുന്നവരെല്ലാം മറ്റു രാജ്യക്കാരാണ്. പിന്നെ 200 പൗണ്ട്സ് കൊടുക്കുകയാണെങ്കിൽ ലണ്ടനിൽ ആരോ റെഫറൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സ്കാം ആകാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഈ 200 പൗണ്ട്സിനും $300 വേണ്ടിയിട്ട് ഒരു ആർമിക്കാരനും അയാളുടെ ജോബ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറാവത്തില്ല. അപ്പം കൂടുതലും സ്കാം ആവാനാണ് സാധ്യത. വളരെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫ്രീ സർവീസ് ആണ്. പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്കാമിൽ പോയിപ്പെട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ പോയാൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമാണെന്ന് ഞാനിവിടെ പറയാണ്. ഈ ഞാൻ മവേഷ് ഭായിക്ക് കൊടുത്ത ഇന്റർവ്യൂ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. അതിനകത്ത് കുറച്ച് വളരെ ഷോർട്ടായിട്ട് അതിന്റെ വേണ്ട എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ഡൗട്ട് ഞാൻ ഒന്നും കൂടി ക്ലിയർ ചെയ്യാം. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഒരു +2 ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇവർ തരുന്ന ഇംഗ്ലീഷ് ടെസ്റ്റുകൾ പാസ് ആവുക, ലെവൽ 2 ഇംഗ്ലീഷ് ടെസ്റ്റ് ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല മാത്സിൽ അത്യാവശ്യം ഒരു ലെവൽ 2 ഉണ്ടായിരിക്കണം എന്ന് തോന്നുന്നു, അല്ലെ? അപ്പോൾ ഏത് രാജ്യത്തുനിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കോമൺവെൽത്ത് കൺട്രിയിൽ നിന്ന്. നിങ്ങൾക്ക് പക്ഷേ DBS, PCC എന്ന പോലുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതിന് ബോയ്സ് ആൻഡ് ഗേൾസ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു സ്കീം ബൗണ്ടി സ്കീം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ആർമിയിലുള്ള ആൾക്കാർക്ക് നിങ്ങളെ റെഫർ ചെയ്യാനുള്ള ഒരു സ്കീമാണ്. അപ്പോൾ ഇതിനൊരു ഗ്രൂപ്പ് തന്നെ സെപ്പറേറ്റ് നമ്മുടെ സ്കോട്ടിഷ് മല്ലു അരുൺചേട്ടൻ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ നിങ്ങൾക്കുള്ള ഹെൽപ്പ് അതിനകത്ത് അവർ റെഫർ ചെയ്യാനുള്ള ഹെൽപ്പ് അവർ ചെയ്തിരിക്കും. അപ്പോ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട്, അല്ലെ? അതിന് സ്പോൺസർഷിപ്പിന് എലിജിബിൾ കൂടിയാണ്. അത് ഡിപ്പെൻഡൻസിനെയും കൊണ്ടുവരാനും സാധിക്കും.